ഹായ്, ഗുഡ് മോർണിംഗ് ട്ടോ. അപ്പം നമുക്കിന്ന് എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ എങ്ങനെയാണ് മീൻ കറി വെക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ആരും പഠിപ്പിച്ചൊന്നുമല്ല, അമ്മയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് എങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളോട് മല്ലിപ്പൊടി മുളക് പൊടി ഒന്നും ചൂടാക്കുകയൊന്നുമില്ല, ഡയറക്റ്റ് അങ്ങനെ ഇടുകയാണ് ചെയ്യാറ്. അപ്പോൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. മുളക് പൊടി ഇവിടെ നന്നായിട്ട് വേണം, ചേട്ടന് നല്ല എരിവ് നിർബന്ധമാണ്. അപ്പോൾ അത് കാരണം മുളക് പൊടി ഞാൻ അത്യാവശ്യം ഒരു 2.5 ടീസ്പൂണൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്, അതാണ് അത്ര ഇടേണ്ട വരുന്നത്. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം, കാരണം ചട്ടി ചൂടായി തുടങ്ങി. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കുടംപുളി ഇട്ടാം, അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇടാം കേട്ടോ. ഉപ്പും കൂടെ ഇടാനും പുളിയുടെ ഇതൊക്കെ ഒന്ന് പുളി നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിങ്ങനെ ചെയ്തിട്ട് ഞാൻ വേവിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മീനിട്ടിട്ട് പിന്നെ പുളി ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ടല്ലോ. അപ്പോൾ ആദ്യം ഇത് വെച്ചിട്ട് തിളപ്പിക്കും. അപ്പോൾ നന്നായിട്ട് വെള്ളത്തിലേക്ക് പുളിയൊക്കെ വെന്ത് കഴിയുമ്പോൾ പുളിയൊക്കെ ഇറങ്ങും. ഞാൻ ഓൾറെഡി മീനൊക്കെ നന്നാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളകൊക്കെ പറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് നമുക്ക് കറി വയ്ക്കണം, കുറച്ച് വറുക്കാനായിട്ട് മാറ്റിയേക്കണം. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് മീനിട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ വേപ്പില ഉണ്ടായിരുന്നില്ല കേട്ടോ, വേപ്പില പറമ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പറിക്കാൻ പോകാനായിട്ട് അവിടെയൊക്കെ നല്ല കാടാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെയൊക്കെ നിറച്ച് പാമ്പിനൊക്കെ കാണാൻ എനിക്ക് അങ്ങോട്ട് പോകാനൊരു പേടി, അത് കാരണം ഞാൻ വേപ്പില പറിക്കാൻ പോയില്ല. വേപ്പില ഇല്ലാണ്ട് നമുക്ക് കറി വയ്ക്കാം. അപ്പോൾ മീനിട്ട് കൊടുക്കാം. മീൻ ഞാൻ വരഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ, കഷ്ണാക്കിയിട്ടൊന്നുമില്ല, 2 ആളല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ മതി, അത്രയും മതിയാവും. ഇനി ബാക്കി നമുക്ക് വറക്കാൻ വയ്ക്കാം. എന്നിട്ട് നമുക്കത് വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. അപ്പം ഇന്ന് രാവിലെ ലൈവ് വരാൻ പറ്റിയില്ല, കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് കാരണം മീൻ പിന്നെ ഓൾറെഡി നന്നാക്കിയേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതൊന്ന് ക്ലീൻ ചെയ്യാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ വേറെ പണിയൊന്നും ഉണ്ടായില്ല. പിന്നെ പലിഞ്ഞാനുള്ള മീനായിരുന്നേ, അപ്പോൾ അതിൻ്റെ പലിഞ്ഞാനൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നന്നാക്കിയെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്യണമല്ലോ, അങ്ങനെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു മീനുമ. പിന്നെ കുറച്ച് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, അലക്കാനൊക്കെ ഇടാനുണ്ടായിരുന്നു, മെഷീനിലിടണം. പിന്നെ ഇന്നലെയൊക്കെ നല്ലോണം നേരം വൈകിയില്ലേ. പിന്നെ അടുക്കളൊക്കെ കുറച്ചൊന്ന് ഒതുക്കാനുണ്ടായിരുന്നു, എല്ലായിടത്തും തുടച്ചിട്ടൊക്കെ തറയൊക്കെ ഉണങ്ങിയിട്ടുണ്ടായില്ല, അതാണ് തറയിൽ തുണിയിട്ടേക്കണം കേട്ടോ. തണുപ്പ് കയറുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ട് വരാം. അപ്പം ഇനി ഏട്ടനാണെങ്കിൽ കറി നല്ലോണം വറ്റണം, ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കാൻ പാടില്ല. എന്നാൽ നമ്മൾ സാധാരണ ചിലർ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് വയ്ക്കും, പക്ഷെ ഞങ്ങൾ ചാളയിൽ ഇവിടെ തേങ്ങാപ്പാൽ പിഴിയാറില്ല കേട്ടോ. സാധാരണ നമ്മളിങ്ങനെ തന്നെയാണ് വറ്റിച്ച് ഇങ്ങനെ വെക്കുക, നല്ലോണം കുറുക്കിയെടുക്കും. അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പോൾ അത് വെന്തുണ്ട് 2-3 പ്രാവശ്യം ഞാൻ വേവിച്ചായിരുന്നേ. അപ്പോൾ നമുക്കത് മാറ്റിയിട്ട് ഇനി താളിക്കാം. ഇപ്പം വേപ്പില ഇല്ലാണ്ട് നമുക്ക് ഉള്ളി വെച്ച് മാത്രം താളിക്കാം. അപ്പോൾ ഈ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഇനി എണ്ണ ഒഴിച്ച് കൊടുക്കാം. എല്ലാവരുടെയും ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ. ഓക്കെ, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ ചൂടാവട്ടെ. ഗ്യാസ് തീരാറായി തോന്നുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ റെഡ് കളറിലെ കത്തണം, അത് ഇനി എന്തെങ്കിലും കരട് കയറി ഇരുന്നിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഉള്ളി നന്നായിട്ട് വഴന്ന് വരണം, അപ്പോൾ അത് ചൂടായാലാണ് നമുക്ക് ഉള്ളി ഇടാൻ പറ്റുള്ളൂ. ഈ ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കുന്നു ചൂടായിട്ട് വരാൻ. എന്തായാലും മീനും കൂടെ വറക്കേണ്ടത്, അപ്പം ഞാൻ ഈ ചട്ടി വെച്ച, അല്ലെങ്കിൽ പിന്നെ നമുക്ക് താളിക്കുന്ന ചെറിയ പാത്രം ഉണ്ടല്ലോ, അതിനാണ് ഞാൻ സാധാരണ താളിക്കാറുള്ളത്. അപ്പം മീനും കൂടെ വറക്കാനുള്ളതുകൊണ്ട് അപ്പോൾ ഇതിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ഉപ്പിട്ട കാരണം സവാള വഴങ്ങാൻ വേണ്ടിയിട്ട് വേറെ ഉപ്പൊന്നും അഡീഷണൽ ഇടണില്ല കേട്ടോ. ഉപ്പൊന്നും ഞാൻ നോക്കിയിട്ടില്ല, ഞാനങ്ങനെ മീൻ കഴിക്കൊന്നുമില്ല. ഞാൻ വെച്ചതാണെങ്കിൽ പോലും ഞാനങ്ങനെ മീനൊന്നും കഴിക്കാറില്ല, വറുത്തതും അങ്ങനെ കഴിക്കാറില്ല. എനിക്ക് അതിൻ്റെ മണവും പിന്നെ അത് കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ തോന്നണം, എന്നാൽ മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. അത് പണ്ടോട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ.
നോൺ വെജ് ഫുഡൊക്കെ കഴിക്കാൻ കുറച്ച് ബാക്കിലോട്ടാണ്. അപ്പോൾ താളിച്ച് വരട്ടെ. കുറച്ച് പലിങ്ങാനുണ്ട് ഇനി വറക്കാനായിട്ട്. അങ്ങനെ അപ്പോൾ എനിക്ക് ഇന്ന് എനിക്ക് സബ് ഇന്നലെ ഞാൻ കിടക്കുമ്പോൾ 998 ഉണ്ടായിരുന്നു കേട്ടോ. അല്ല 95 ഉണ്ടായിരുന്നു രാത്രി കിടക്കുന്ന സമയത്ത്. ഞാൻ കുറേ നേരം നമ്മുടെ ട്രാവലിൻ്റെ ലൈവിൽ ഇരുന്നു കേട്ടോ. എൻ്റെ ഫോണിൽ റേഞ്ച് ഇല്ല, ചേട്ടൻ്റെ ഫോണിൽ നിന്ന്, ചേട്ടൻ്റെ എയർടെല്ലാണ്. അപ്പോൾ അതകത്ത് ഈ പറഞ്ഞ പോലെ ചെറുതായിട്ട് നമുക്ക് റേഞ്ചൊക്കെ കിട്ടും. ചേട്ടൻ്റെ ഫോണിൽ നിന്ന് ഞാൻ കുറച്ച് നേരം ട്രാവൽ നമ്മുടെ ലൈവിൽ ലാസ്റ്റ് വന്നപ്പോൾ പറഞ്ഞിരുന്നു ലൈവ് ഇരിക്കാൻ പോകുന്നുണ്ട്, വന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ലൈവിൽ എപ്പോഴും വരാറുള്ള ആളല്ലേ, അപ്പോൾ സപ്പോർട്ട് ചെയ്യാലോ എന്ന് കരുതിയിട്ട് ലൈവ് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ട്രാവലിൻ്റെ ലൈവിലിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് സിബിച്ചേട്ടൻ്റെ ലൈവിൽ പോയിട്ട് ഒന്ന് മുഖം കാണിച്ചിട്ട് പോന്നു. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ട്രാവലിൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ കുറച്ച് നേരം കൂടെ അവിടെ നിന്നു. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഒരു 2 കൂട്ട് കിട്ടിയായിരുന്നു കേട്ടോ. അത് കറക്റ്റായിട്ട് കയറി. രാവിലെ നോക്കിയപ്പം 998 ഉണ്ടായിരുന്നു. അത് പിന്നെ ഒരു 10 മണിക്ക് ആയപ്പോൾ നോക്കിയപ്പോൾ വീണ്ടും 95 ആയി, പിന്നെ 96 ആയി, പിന്നെ വീണ്ടും ഇപ്പോൾ 95 ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ 5 കൂട്ടും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് 1K ആവും. പക്ഷെ 1K ആയിട്ട് മാത്രം കാര്യമില്ലല്ലോ, നമ്മളെ വലിയ ടാസ്ക് ഇനിയും ബാക്കി കിടക്കല്ലേ, 4000 വാച്ച് അവർ. അപ്പം അത് കാരണം ഞാൻ മുമ്പ് കുറേ എന്താ പറയുക ലൈവ് വന്നിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു ഒരു 5-8 ലൈവിന് മേലെ ഞാൻ വന്നിട്ടുണ്ടായി. ഇപ്പോഴല്ല, കഴിഞ്ഞ ആഴ്ചയിലൊക്കെ. അതിൽ ഞാൻ എൻ്റെ വീഡിയോസൊക്കെ പ്രൈവറ്റ് ആയിട്ടല്ലേ കിടന്നിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല, അതിലെനിക്ക് വാച്ച് അവർ കയറിയിട്ടേ ഇല്ല, പ്രൈവറ്റ് ആയിട്ടാണ് കിടന്നിരുന്നത്. ഇപ്പം ഞാൻ പബ്ലിക്കാക്കി ഇട്ടപ്പോഴാണ് ഇപ്പം എനിക്ക് ചെറിയ രീതിയിൽ വാച്ച് അവർ കയറി തുടങ്ങിയത്. അപ്പോൾ ഇപ്പം ഞാൻ നോക്കുമ്പോൾ ലൈവിന് ഇപ്പം വീഡിയോയ്ക്ക് ഇത് കൊടുക്കുന്നതിന് മുമ്പ് നോക്കിയപ്പം 68 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 4000 എന്നുള്ളത് ഇനിയും കിടക്കല്ലേ. അപ്പോൾ എന്തായാലും മാക്സിമം ട്രൈ ചെയ്യാം. പിന്നെ ഇതുപോലെയുള്ള കുക്കിംഗ് വീഡിയോസൊക്കെ ഇടാം. പിന്നെ പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് വേറെ ലോങ് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അതും സെറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ കുക്കിംഗ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും അതേ താളിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ മീൻ വറുക്കാം, നമുക്ക് എല്ലാം വറുക്കണമൊന്നുമില്ല കേട്ടോ, അത്യാവശ്യത്തിനുള്ളത് മാത്രം. ചേട്ടൻ തന്നെ കഴിക്കില്ല. പിന്നെ ഉണ്ണി ഉണ്ടല്ലോ, അവന് ഒരു കഷ്ണം വേണ്ടി വരും. ഉണ്ട കഴിക്കുള്ളൂ. അവനിങ്ങനെ മുളക് അധികം ഉണ്ടെങ്കിൽ മുളക് ഒട്ടും പറ്റില്ല. അവന് കൊടുത്ത് ശീലിപ്പിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു മുളക് അവന് ഒട്ടും പറ്റില്ല. അപ്പം നമുക്ക് ആ 2-3 എന്നുള്ളത് നമുക്ക് മാറ്റിവയ്ക്കാം. അത് കൊത്തമര അരിഞ്ഞ് വെച്ചേക്കണം കേട്ടോ. എനിക്ക് തോരന് വേണ്ടി വെച്ചതാണ്. അതിന് വൈകുന്നേരം ആകുമ്പോൾ തോരൻ വയ്ക്കാം. പിന്നെ ഇന്നലെ വെച്ച അമരക്കായുടെ തോരൻ ഇരിക്കുന്നുണ്ട്. പിന്നെ തൈര് കാച്ചിരിക്കുന്നുണ്ട്, അച്ചാറൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കത് മതി. പിന്നെ മുട്ട ഉണ്ടാക്കാം, മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാം. അത് പിന്നെ സ്ഥിരം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ കുറച്ച് കുരുമുളകൊക്കെ ഞാൻ മിക്സ് ചെയ്യുന്ന സമയത്ത് കുരുമുളക് ഇട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴാണ് എൻ്റെ സ്മെല്ല് നന്നായിട്ട് വരിക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ പിന്നെ അത് തന്നെ ഞാൻ അതിൻ്റെ കൂടെ മിക്സ് ചെയ്തില്ല. അപ്പോൾ മീനും കൂടെ വറുത്ത് കഴിഞ്ഞ് എൻ്റെ ഉച്ചക്കത്തെ പരിപാടി കഴിഞ്ഞു. ഇനി എനിക്ക് മുട്ട ഉണ്ടാക്കണം. അത് എനിക്ക് ചേട്ടൻ വരുന്ന സമയത്തിന് പിള്ളേർക്ക് കറി വെച്ചിട്ടില്ല കേട്ടോ. ഡോഗ്സിന് അവർക്ക് വെച്ച് കൊടുക്കാം, അവർക്കുള്ളത് കൊണ്ടുവന്നിട്ടില്ല, അവർക്ക് ഉണ്ടായിരുന്നൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ചിക്കൻ്റെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉച്ചയ്ക്ക് അവർക്ക് ചോറൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ കുറേ പണിയുണ്ടായിരുന്നു ഇന്ന് രാവിലെ. ഫുള്ളും അടുക്കളയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തുടക്കലും പിടിക്കലൊക്കെ ആയിട്ട് നല്ലോണം പണിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ടാങ്കിൽ മോട്ടറിൽ എയർ കയറിയിട്ടാന്ന് തോന്നുന്നു, വെള്ളം എടുക്കണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ വന്നിട്ട് പിന്നെ വെള്ളം ഒക്കെ ഒഴിച്ച് ഫുട്ബോളിൽ വെള്ളമൊക്കെ ഒഴിച്ച് അത് സെറ്റാക്കി പിന്നെ വീണ്ടും മോട്ടർ അടിച്ചപ്പോൾ അതൊക്കെ ഓക്കെ. ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് ഓടിയിട്ട് അതായത് കുറേ സമയം എൻ്റെ പോയി. പിന്നെ കുറേ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പണികൾ തന്നെയല്ലേ, പണികൾ ഒഴിഞ്ഞിട്ടുള്ള സമയമില്ല അല്ലേ വീട്ടിലിരുന്ന. അത് കാരണം ഇന്ന് രാവിലെ ലൈവൊന്നും വരാൻ പറ്റിയില്ല. ലൈവ് വന്നിരുന്ന് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വീട്ടിലെ പണികൾ നടക്കില്ല. അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ എന്ത് ചെയ്തു, ലൈവ് വരണ്ട, കുക്കിംഗ് വീഡിയോ ഇടാം. എന്നിട്ട് ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ട് സമയം നോക്കിയിട്ട് നമുക്ക് ലൈവ് വരാം. അപ്പോൾ ഇനി പലിഞ്ഞാനും കൂടെ ഉണ്ട് കേട്ടോ. അത് ഞാൻ ഓൾറെഡി ഉപ്പും മുളകും കൂടെ ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സാധനം ഇടുമ്പോൾ എപ്പോഴും സൂക്ഷിക്കും, എപ്പോഴും എൻ്റെ മുഖത്തേക്ക് പൊട്ടിത്തെറിക്കും കേട്ടോ. അപ്പോൾ അത് കാരണം ഞാനത് ഇട്ട വശം തന്നെ ഓടിയ പോലെ നന്നായിട്ട് നീങ്ങി നിന്നിട്ട് ഇളക്കണം.
അത് നന്നായിട്ട് വേവണം. ഇതിൻ്റെ വേവാണ് എനിക്ക് ശരിക്കും അറിയാത്തത് കേട്ടോ. കരിഞ്ഞ് ഇങ്ങനെ എന്താ പറയുക, നന്നായിട്ട് ചുരുങ്ങി വരുമ്പോഴത് വേവുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. മിക്കപ്പോഴും ഞാനൊരു പകുതിയാക്കുമ്പോഴത്തേക്ക് ഏട്ടൻ പറയും ഇത് വെന്തിട്ടില്ല എന്ന് പറയും. അപ്പം അത് കാരണം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡും കുറേ ഒന്ന് തിരിച്ചിട്ടിട്ട് പിന്നെ പതുക്കെ അടച്ച് വയ്ക്കുക. അപ്പോൾ ചൂട് പോകില്ല. പിന്നെ ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് ചൂട് കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കാരണം കുറച്ച് നേരം അടച്ചിട്ട് കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിതൊന്നും കഴിക്കില്ല കേട്ടോ. ഞാനിതൊന്നും കഴിക്കില്ല, എനിക്കിഷ്ടമല്ല. മീൻ വറുത്താണെങ്കിൽ ഞാൻ കഴിക്കൊന്നുമില്ല കേട്ടോ. ചിലപ്പം എന്താണ് ഈ അയിലൊക്കെ വറുത്ത് വരുമ്പോൾ അതിൻ്റെ മണമൊക്കെ നല്ല മണമാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ കഴിക്കൂ, അല്ലെങ്കിൽ കഴിക്കൊന്നുമില്ല. കുറച്ചും കൂടെ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം അല്ലേ. നന്നായിട്ട് ഇതായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. കുരുമുളക് കിട്ടുക കാരണം നല്ല സ്മെല്ലുണ്ടായിരുന്നേ മീൻ വറുക്കുമ്പോൾ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇത് സാധാരണ നമ്മൾ കുക്കിംഗ് വീഡിയോ ഇടുന്ന പോലെ അല്ല കേട്ടോ. ഞാൻ എക്സ്പെർട്ടൊന്നുമല്ല. എൻ്റേതായിട്ടുള്ള രീതിയിൽ കറി വയ്ക്കുന്നത് ഒന്ന് ജസ്റ്റ് ഒരു വീഡിയോ ഇടാം എന്ന് വിചാരിച്ച് മാത്രമേ ഉള്ളൂ. ഈ മീനൊക്കെ വറുക്കുമ്പോൾ എപ്പോഴും അങ്ങനെയല്ല, എണ്ണയൊക്കെ പൊട്ടിത്തെറിച്ച് മൊത്തം അടുപ്പുമ്പോൾ അങ്ങനെ പോകും. എനിക്കതിങ്ങനെ കാണുമ്പോൾ എന്തോ പോലെ. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുടച്ചുകൊണ്ട് കൂട്ടാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി വൈകുന്നേരം നമുക്ക് ലൈവ് കാണാം. ഇതൊരു വോയിസ് ഓവർ കൊടുക്കണം അതിന്, എന്നിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും അത് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വൈകുന്നേരം ലൈവിൽ കാണാമേ. ഏകദേശം ആയുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഏകദേശം 1K ആവുമെന്ന് വിചാരിക്കാം. 1K ആവുമെന്ന് നോക്കാമല്ലോ. 1K ആയി കഴിഞ്ഞാൽ നമ്മൾ ട്രാവലൊക്കെ പറഞ്ഞ് കേക്കൊക്കെ വാങ്ങിച്ച് 1K ആയി എന്ന് പറഞ്ഞിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതായിരുന്നു. പക്ഷേ എനിക്കതിൽ വലിയ കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ചേട്ടനോട് നമ്മൾ ചേട്ടൻ പറഞ്ഞു 1K ആകുമ്പോൾ വേണ്ട, നമുക്ക് 4000 വാച്ച് അവർ ആകുമ്പോൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഇനി പറയില്ല. ഇത് ഏകദേശം വെന്തെന്ന് തോന്നണമല്ലേ. ഇതെങ്ങനെ വേവ് എനിക്കിത് അറിയില്ല. എന്തായാലും നമുക്ക് അടച്ച് വെച്ച് ഒന്നും കൂടെ ചട്ടിയിൽ ചൂടൊക്കെ കൊണ്ടവിടെ ഇരിക്കട്ടെ എന്തായാലും അല്ലേ. അപ്പോൾ നമുക്ക് വൈകുന്നേരം ലൈവിൽ കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ എന്നാൽ എന്തായാലും അടഞ്ഞിരിക്കട്ടെ. അപ്പോൾ ബൈ.